വർഷത്തിൽ പോപ്പുലർ മിഷൻ ധ്യാനം സംഘടിപ്പിച്ചത് ഒരുപാട് ഈ ഇടവകയ്ക്ക് തന്നെ വലിയൊരു ആത്മീയമായിട്ടുള്ള ഉണർവ്, അഭിവൃദ്ധി കൂടുതലും ഉണ്ടായി എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് പ്രവർത്തിച്ച നമ്മുടെ പോട്ടാശ്രമത്തിൽ ധ്യാനം നയിക്കുവാനായിട്ട് വന്ന സ്നേഹബഹുമാനപ്പെട്ട ജോർജ് മാരിപ്പട്ട അച്ഛനെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായി 2 മറ്റു സെൻറ്ററുകളിൽ ഉണ്ടായിരുന്ന നമ്മുടെ ആൽഫിൻ മൺവാളൻ അച്ഛനെയും തോമസ് അർക്കത്തറ അച്ഛനെയും അതുപോലെ തന്നെ വീടുകളിൽ സന്ദർശിക്കുവാനായിട്ട് ഈ ദിവസങ്ങളിലായിട്ട് വന്ന എല്ലാ പോട്ടയിലെ ആശ്രമത്തിലെ അച്ഛന്മാരെയും ഒരുപാട് നന്ദിപൂർവ്വം അനുസ്മരിക്കുകയാണ്. പരിശുദ്ധ അമ്മയും വിശുദ്ധ കൊച്ചുറീസയും നമ്മളെല്ലാവരെയും ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. ഒരു 1-2 വ്യക്തികളെ നിങ്ങളുടെ മുമ്പിലേക്കൊന്ന് ബൈബിളിൽ നിന്നൊന്ന് പരിചയപ്പെടുത്തി ആരാധനയിലേക്ക് പ്രവേശിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യത്തെ വ്യക്തി ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 10. ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 10. അതിൽ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ജെഫ്ത എന്നാണ്. എന്താണ് ജെഫ്ത? എന്താ പല്ല് തെറിച്ചു പോകാതെ പറഞ്ഞേ? ജെഫ്ത. ഈ ജെഫ്ത എന്ന് പറയുന്ന മനുഷ്യൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇസ്രായേൽ പ്രവിശ്യയിലെ രാജാവാണ് ഗിലയാദ് എന്ന് പറയുന്ന രാജാവ്. ആ രാജാവിൻ്റെ നാട് അറിയപ്പെടുന്നത് ഗിലയാദർ എന്നാണ്. അവിടുത്തെ മനുഷ്യർ ഗിലയാദർ, കേരളീയർ എന്നറിയപ്പെടുന്നത് പോലെ ഗിലയാദ് രാജാവിൻ്റെ രാജ്യത്തെ ആളുകളെല്ലാവരും ഗിലയാദ് രാജാവിപ്പോൾ ഗിലയാദർ എന്നറിയപ്പെടാൻ തുടങ്ങി ഇസ്രായേൽ ജനത. ഈ ഗിലയാദിന് ഭാര്യയുണ്ട്, മക്കളുണ്ട്. ആർക്കാണ്? ഗിലയാദിന് ഭാര്യയും മക്കളുണ്ട്. ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിട്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഗിലയാദ് പോയി. അതിൻ്റെ ഫലമായിട്ട് ഒരു വേശ്യാസ്ത്രീയിൽ ഗിലയാദിനൊരു മകനുണ്ടായി. ആ മകൻ്റെ പേരാണ് ജെഫ്ത. എന്താണ് പറഞ്ഞേ? ജെഫ്ത. അപ്പം ജെഫ്തായെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ അപ്പനൊരു രാജാവൊക്കെ ആണെങ്കിലും അമ്മ ആ വേശ്യാവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ചെറുപ്പം എന്ന് പറയുന്നത് വളരെയേറെ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നത്. കാരണം നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഇവൻ്റെ അമ്മ ഇന്നയാളാണെന്ന്. അതുകൊണ്ട് നാട്ടുകാരുടെ മുമ്പിൽ അങ്ങേയറ്റം നാണം കെട്ടൊരു ബാല്യമാണ് ഈ ജെഫ്തായുടെ ബാല്യം. ഇനി ഇവൻ വളർന്നു വരുമ്പോൾ ഈ ഗിലയാദിന് നിയമപരമായിട്ട് കല്യാണം കഴിച്ച ഭാര്യയുണ്ട്, പിള്ളേരുമുണ്ട്. ആ പിള്ളേരുടെ കൂടെയാണ് ജെഫ്തായും വളർന്നു വന്നത്. കാരണം രാജാവിൻ്റെ മകനാണല്ലോ. അങ്ങനെ വളർന്ന് മുന്നോട്ട് പോകുമ്പോൾ നിയമപരമായിട്ടുള്ള മക്കള് ജെഫ്തായോട് പറഞ്ഞു, നീ അന്യ സ്ത്രീയിൽ ജനിച്ച മകനല്ലേ, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ വളർന്നു വലുതായാൽ ഞങ്ങളുടെ ഉള്ള അവകാശം കൂടെ നീ മേടിച്ചെടുക്കും. അങ്ങനെ അവനെ വളരെയേറെ പീഡിപ്പിക്കാനും അസ്വസ്ഥപ്പെടുത്താനൊക്കെ തുടങ്ങി. അങ്ങനെ ഈ ജെഫ്ത തൻ്റെ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയിട്ട് ഇവൻ തോബ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ചെന്ന് പെട്ടതാകട്ടെ ഒരു നീച സംഘത്തിൻ്റെ, ഒരു കൊള്ള സംഘത്തിൻ്റെ കൂടെയൊക്കെ അവന് നടക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയാണല്ലോ വീട് വിട്ടിറങ്ങിപ്പോയ എവിടെയാ ചെല്ലണേ, ആരുടെ കൂടെയാ ഒരു എത്തും പിടിയില്ല അല്ലേ. അപ്പോൾ ഒരു നീച സംഘത്തിൻ്റെ കൂടെയൊക്കെയാണ് അവൻ യാത്ര ചെയ്യുന്നത്. കാലങ്ങൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കെ ഈ ഗിലയാദരുടെ അടുത്ത് അമോന്യര് യുദ്ധം ചെയ്യാൻ വന്നപ്പോൾ അമോന്യര് ശക്തരായൊരു സൈന്യമാണ്. അവർക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് ഗിലയാദർക്ക് പറ്റണില്ല. നിയമപരമായിട്ട് ജനിച്ച മക്കളൊക്കെ വളർന്ന് വലുതായി. പക്ഷെ അവന്മാർക്കൊന്നും അമോന്യർക്കെതിരെ പിടിച്ചു നിൽക്കാനുള്ള ശക്തിയില്ല.
അപ്പോൾ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ എന്ത് ചെയ്തെന്നറിയാമോ? ഈ തോബ് എന്ന് പറയുന്ന സ്ഥലത്ത് എന്നിട്ട് ഈ ഒളിച്ചോടിപ്പോയ ജഫ്ത, ഈ വേശ്യാസ്ത്രീയിൽ ജനിച്ച ജഫ്ത, അവനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് അവൻ വില്ലാളി വീരൻ, യുദ്ധവീരനായ നല്ല ആകാരവടിവൊക്കെയുള്ള ശക്തനും ധീരനുമായ മനുഷ്യനാണ് ജഫ്ത. അവൻ്റെ അടുത്ത് സഹായത്തിന് വേണ്ടി ചെല്ലുക. നോക്കണം കേട്ടോ സംഗതി. ചെറുപ്പത്തിൽ ഒരുപാട് ക്ലേശങ്ങൾ, ദുഃഖദുരിതങ്ങൾ ഇതൊക്കെ അനുഭവിച്ച് വീട് വിട്ടു പോകേണ്ടി വന്നു, കൊള്ളസംഘത്തിൻ്റെ കൂടെയൊക്കെ കൂടേണ്ടി വന്നു. അങ്ങനൊരു മനുഷ്യൻ്റെ മുമ്പിലേക്ക് ഇതാ ശ്രേഷ്ഠന്മാർ ചെല്ലുക. അമോന്യര് നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുക. ജഫ്ത നീ വരണം അവർക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ജഫ്ത പറയുന്നൊരു സെൻറ്റൻസ് ഉണ്ടേ, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അപ്പോൾ അവൻ്റെ സകല മുറിവുകളോടും കൂടെ അവൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ 7-ാം തിരുവചനം, നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ? എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ അമ്മ വേശ്യയാണെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ വെറുത്തില്ലേ? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് നിങ്ങൾ എന്നെ അടിച്ചിറക്കിയില്ലേ? എന്നിട്ട് അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ? ഇപ്പം നിങ്ങൾ ശത്രുക്കളെ തോൽപ്പിക്കാൻ വന്നേക്കുവാണ്, യുദ്ധം ചെയ്യാൻ വന്നേക്കുക. നിങ്ങൾ അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് സഹായത്തിന് വന്നിരിക്കുകയാണോ? ഇതാണ് ജഫ്ത ചോദിക്കണത്. അപ്പം ശ്രേഷ്ഠന്മാർ പറഞ്ഞു, അല്ലയോ ജഫ്ത, നീ അങ്ങനെയൊന്നും പറയരുത്. നീ ഞങ്ങളുടെ കൂടെ വരണം, അമോന്യർക്കെതിരെ യുദ്ധം ചെയ്യണം, ആ ജനതയെ തോൽപ്പിച്ച് വിജയം കൈവരിച്ച് നീ ഞങ്ങളുടെ ന്യായാധിപനായിട്ട് മാറണം. ഇതാണ് ശ്രേഷ്ഠന്മാർ പറയണത്. അപ്പോൾ ജഫ്ത പറയുന്ന ഉത്തരമാണ് 9-ാമത്തെ വചനം. ജഫ്ത അവരോട് പറഞ്ഞു, അമ്മോന്യരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോവുകയും കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരുകയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ നേതാവാകും. ശ്രദ്ധിക്കണം കേട്ടോ, ഈ വചനം ഒന്ന് ശ്രദ്ധിക്കണേ. അതായത് ചെറുപ്പത്തിലെ വീട് വിട്ടു പോകേണ്ടി വന്നു, അപ്പനൊരു തിന്മ ചെയ്തതിൻ്റെ ഫലമായിട്ട് വേശ്യയായ അമ്മയിലുണ്ടായ ജീവിതം, ഇനി സഹോദരങ്ങളുടെ പീഡനങ്ങൾക്ക് കുത്തുവാക്കുകൾക്കിരയായി നാട് വിട്ട് ഒളിച്ചു പോകേണ്ടി വന്ന ബാല്യം, ഇനി കൊള്ളസംഘത്തിൻ്റെ കൂടെ അകപ്പെട്ടു പോയ നാളുകൾ, എണ്ണിപ്പറയാൻ നല്ലതെന്ന് ഒന്നുമില്ലാത്തൊരു ചെറുപ്പക്കാരനാണ് ജഫ്ത. ഒന്നുമില്ല നല്ലതെന്ന് പറയാനായിട്ട്. അവൻ്റെ ബാല്യം മുഴുവൻ തകർന്നതാ. പക്ഷെ അവൻ വളർന്നു വലുതായി, നല്ല യുദ്ധവീരനായി. ഇപ്പം അവൻ പറയുവാണ്, കർത്താവ് അനുവദിച്ചാൽ. ആരനുവദിച്ചാലാ? ആരാ? ഈ തെരുവിൽ കിടന്നവൻ എങ്ങനെയാണ് ഇത്ര ആത്മീയത? അപ്പനുമില്ല അമ്മയില്ല, അനാഥമായി, ആർക്കും വേണ്ടാതെ ഒറ്റപ്പെട്ട് കൊള്ളസംഘത്തിന്റെ കൂടെ കഴിയേണ്ടി വന്ന ഒരു മനുഷ്യൻ. എന്നിട്ടും അവന്റെ ദൈവത്തിലുള്ള ആശ്രയം കണ്ടല്ലോ. കർത്താവ് അനുവദിച്ചാൽ. ആരും പഠിപ്പിച്ചിട്ടല്ല, തെരുവിൽ കിടന്ന് അവൻ വളർന്നത് അങ്ങനെയാ. കർത്താവ് അനുവദിച്ചാൽ. എന്നിട്ട് അവരുടെ കൂടെ പോകുകയാണ്, ശ്രേഷ്ഠന്മാരുടെ കൂടെ അമ്മോന്യർക്കെതിരെ യുദ്ധം ചെയ്യാൻ പോവുക. അവിടെ ചെന്നിട്ട് ഇസ്രായേൽ ജനത്തെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുക. വചനം പറയുന്നത് 11-ാം അധ്യായം 11-ാം തിരുവചനം, മിസ്പായിൽ കർത്താവിൻ്റെ മുൻപിൽ വെച്ച് ജഫ്ത ജനങ്ങളോട് സംസാരിച്ചു. അവൻ തെരുവിൽ കിടന്നവനാ, അവന് സ്നേഹവും കിട്ടിയിട്ടില്ല, കരുതലും കിട്ടിയിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ എങ്കിലും അവൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനാ. അതുകൊണ്ട് ജനത്തോട് സംസാരിക്കുന്നത് ദൈവസന്നിധി നിന്നോണ്ടാ. അവനൊരു പള്ളിയിലും പോയിട്ടില്ല, ഒരു പള്ളിക്കൂടത്തിലും പോയിട്ടില്ല, ആരും പ്രാർത്ഥിക്കാനും പഠിപ്പിച്ചിട്ടില്ല, ഒരു യഹോവയെയും വിളിക്കാൻ ആരും അവനെ മനസ്സിലാക്കി കൊടുത്തിട്ടില്ല. പക്ഷെ അവൻ കർത്താവിനോട് ചേർന്ന് നിൽക്കുക. ഇനി മുന്നോട്ട് പോകുമ്പോൾ അവൻ ശത്രു സൈന്യത്തെ എല്ലാം തോപ്പിക്കുന്നത് നമ്മൾ കണ്ടുമുട്ടുന്നത്. എന്നിട്ട് അതിൽ കൊടുത്തിരിക്കുന്നൊരു വചനമുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 29-ാം തിരുവചനം, കർത്താവിൻ്റെ ആത്മാവ് ജഫ്തയുടെ മേൽ ആവസിച്ചു. ആരാ? കർത്താവിൻ്റെ എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, കർത്താവിൻ്റെ ആത്മാവ്. ഞാൻ പറഞ്ഞ കർത്താവിൻ്റെ ആത്മാവ് ജഫ്തായുടെ മേൽ ആവസിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര തകർന്ന ബാല്യമാണെങ്കിലും, എത്ര മുറിപ്പെട്ട ജീവിതമാണെങ്കിലും, എത്ര നശിച്ചു പോയ ജീവിതമാണെങ്കിലും, കർത്താവിൻ്റെ ആത്മാവ് ആവസിച്ചു കഴിഞ്ഞാൽ അവനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. പിന്നെ ഹല്ലേലൂയ. ശക്തിയോടൊന്ന് കൈയടിച്ചു ദൈവത്തിന് നന്ദി പറഞ്ഞേ. നന്നായിട്ട് കൈയടിച്ചോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
നമ്മൾ പരിശുദ്ധാത്മ അഭിഷേക ആരാധനയ്ക്കാണ് നമ്മൾ ഒരുങ്ങണത്. മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് പരാതി പറയാനുണ്ടായിരിക്കും. എൻ്റെ വീട്ടിൽ അങ്ങനെയായിപ്പോയി, എൻ്റെ ചെറുപ്പം ഇങ്ങനെയായിരുന്നു, പഠിക്കാൻ പറ്റിയിട്ടില്ല, വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല, ജോലി കിട്ടിയിട്ടില്ല, അതില്ല ഇതില്ല, സമ്പത്തില്ല, ആരോഗ്യമില്ല, എല്ലാം ഒറ്റപ്പെട്ടു പോയി, അങ്ങനെ ഇങ്ങനെ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ അങ്ങനെയായി അല്ലേ, അങ്ങനെ ഇങ്ങനെ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ അങ്ങനെയായി. ഈ പരാതി പറയാൻ നമുക്കാർക്കും അവകാശമില്ലെന്നാണ് ജെഫ്ത നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളെക്കാൾ മോശകരമായ സാഹചര്യത്തിലൂടെ ജനിച്ച് വളർന്ന് തെരുവിൽ നിന്ന് ഉയർന്നു വന്നൊരു ചെറുപ്പക്കാരൻ, അവൻ അങ്ങേറ്റം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു. ആരും പഠിപ്പിച്ചിട്ടല്ല, അവൻ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞതാ. ആരുമില്ലെങ്കിൽ എനിക്ക് ദൈവമുണ്ട്. ഇത് അവൻ്റെ ഉള്ളിൽ നിറഞ്ഞ ബോധ്യ. അങ്ങനെ വളർന്നവനാ അവനെ കർത്താവിൻ്റെ ആത്മാവ് എടുത്തുപയോഗിക്കുന്നതായിട്ടാണ് വചനം പറയുന്നത്. സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള പേരായിരിക്കും. സംഖ്യയുടെ പുസ്തകത്തിൽ 13-14 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാലബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കണ്ടുമുട്ടുന്നുണ്ട്. കാലബ് ശ്രദ്ധിച്ചു കേൾക്കാം. സംഭവം ഇങ്ങനെയാണ്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ മോശ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾ പലത് കഴിഞ്ഞു, എവിടെ എത്തിയിട്ടില്ല. എങ്ങോട്ട് മക്കളെ, എങ്ങോട്ടാണ് ഇസ്രായേൽ പോണേ? ഉറക്കെ പറയൂ. കാനാൻ ദേശം. അവിടെ എത്തിയിട്ടില്ല. ആളുകൾ പറയാന്നുണ്ട്, ഇത് എവിടെയാ കാനാൻ, നമ്മൾ തേനും പാലും എന്നൊക്കെ പെട്ടൊന്നും കാണാനില്ല. അങ്ങനെ മോശ ഇസ്രായേലിൻ്റെ 12 ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തന്മാരെ തെരഞ്ഞെടുത്തിട്ട് ദൂരെ നിന്ന് ഈ സ്ഥലം ഒന്ന് ഉറ്റുനോക്കാൻ വേണ്ടി പറഞ്ഞു വിടുക. അങ്ങനെ ഇവർ 12 പേര് പോയി ദൂരെ നിന്ന് ഈ സ്ഥലമൊക്കെ നോക്കി കണ്ട് എല്ലാം മനസ്സിലാക്കി തിരിച്ചു വരിക. എന്നിട്ട് മോശയോട് അഭിപ്രായം പറയുക. 12 പേരിൽ 10 പേര് പറഞ്ഞു, എൻ്റെ പൊന്നോ, ദൈവം പറഞ്ഞതൊക്കെ ശരിയാ, തേനും പാലും ഒക്കെ ഒഴുകുന്ന നാടൊക്കെയാ, സമ്മതിച്ചു. പക്ഷെ അവിടുത്തെ മനുഷ്യരൊക്കെ മല്ലന്മാരാണ്. ആ മല്ലന്മാരായിട്ടുള്ളവരെ തോൽപ്പിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് തിരിച്ച് കട്ടയം പുടം മുടക്കി തിരിച്ച് അങ്ങോട്ട് ഉള്ള കഞ്ഞിയും കുടിച്ച് ആ ഫറവോയുടെ കീഴിൽ താമസിക്കാം. അപ്പോൾ 2 പേര്, ജോഷുവായും കാലബും, 2 പേര്. ആ 2 പേര് വ്യത്യസ്തമായ ഉത്തരം പറയുക. അതിൽ കാലബ് പറഞ്ഞു, ശരിയാണ്, അവിടുത്തെ ആളുകൾ മല്ലന്മാരൊക്കെയാ, പക്ഷെ അവരെ നിങ്ങൾ പേടിക്കണ്ട, യഹോവ കൂടെ ഉണ്ടെങ്കിൽ നമ്മളവരെ തോൽപ്പിക്കും. അവരെ നിങ്ങൾ പേടിക്കണ്ട, അവർ നമ്മുടെ ഇരകളാണ്. അവർ മല്ലന്മാരായിക്കോട്ടെ, പക്ഷെ യഹോവ നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം അവർ നമ്മുടെ ഇരകളാണ്. ഇത് പറഞ്ഞ കാലബിനെ കുറിച്ച് സംഖ്യയുടെ പുസ്തകം 14 അധ്യായത്തിൽ 24 വചനത്തിൽ പറയുന്നത് എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. അവൻ്റെ ആത്മീയ ശക്തിയെക്കുറിച്ചാണ് പറയണത്. അവനെ നയിച്ച ചൈതന്യം അത് വ്യത്യസ്തമാണ്. ഇപ്പം നമ്മൾ 2 മനുഷ്യരെ കണ്ടുമുട്ടിയത്. ആദ്യത്തെ വ്യക്തി ആരാ? ജെഫ്ത എല്ലാ തകർച്ചയുടെ നടുവിലൂടെ കടന്നു പോയിട്ടും അങ്ങേറ്റം ദൈവത്തോട് ചേർന്നിരുന്നുകൊണ്ട് അവനിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആവസിച്ചു. രണ്ടാമത് നമ്മൾ കണ്ടത് കാലബിനെയാ. കാലബ് പറയാ, ശത്രുക്കൾ എത്ര വലുതാകട്ടെ, നമ്മുടെ കൂടെ ആ യഹോവയില്ലേ, പിന്നെ നമ്മൾ എന്തിനാ പേടിക്കണത്? എന്നിട്ട് അവനെക്കുറിച്ച് വചനം പറയാ, അവനെ നയിച്ച ചൈതന്യവും വ്യത്യസ്തമായിരുന്നു. 3-മത്തെ ആള് പൂർവ്വ യൗസേപ്പ് പഴയ നിയമത്തിലെ. അവനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അത്രയൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. പൊട്ടക്കിണ്ടിൽ തള്ളിയിട്ടു, പിടിച്ച് വിറ്റു, അവിടെ ഫറവോടെ പൊത്തിഫറിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആ പെണ്ണും വെറുതെ വിട്ടില്ല, പിന്നെ ജയിലിൽ അടച്ചു. അനുഭവിക്കാവുന്ന കഷ്ടപ്പാട് മുഴുവൻ അനുഭവിച്ചിട്ടുണ്ടല്ലേ. പക്ഷെ അവനെക്കുറിച്ചും ബൈബിള് പറയുന്നത് അവൻ ചെന്നിടത്തെല്ലാം അവനെ പ്രതി ദൈവം അനുഗ്രഹിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറയണത്. ഹല്ലേലൂയ. ഈ 3 കഥാപാത്രങ്ങളെ നമ്മൾ ഈ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ ഞാൻ ആഗ്രഹിക്കുക. ഇവരുടെ എല്ലാം ജീവിതം കൊണ്ട് ഇവർ തെളിയിച്ചൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ദൈവത്തോട് ചേർന്നിരുന്ന് ആത്മാവിൻ്റെ ആവാസം സ്വീകരിച്ചാൽ ഏത് പ്രതിസന്ധികളുടെ നടുവിലും പിടിച്ചു നിൽക്കാൻ, തരണം ചെയ്യാൻ ധീരന്മാരും ശക്തന്മാരുമായി തീരാൻ സാധിക്കുന്നുള്ള സത്യം. ഹല്ലേലൂയ.
ഈ 3 പേരെ ഞാൻ കൊണ്ടുവന്ന ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാ. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിനെ കുറിച്ച് ചിന്തിക്കണതൊക്കെ വിട്, നിങ്ങളുടെ സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കണതൊക്കെ വിട്, വീട്ടിലെ അവസ്ഥ വിട്. കെട്ടിയോൻ ഇങ്ങനെയാ, കെട്ടിയോൾ ഇങ്ങനെയാ, മക്കൾ ഇങ്ങനെയാ, അപ്പൻ ഇങ്ങനെയാ, അമ്മ ഇങ്ങനെയാ. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഒരുപാട് മുറിവുണ്ടായിട്ടുണ്ട്, എന്നെ ഇങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ട്, ദുരുപയോഗം ചെയ്തിട്ടുണ്ട്, പഠിക്കാൻ പറ്റിയിട്ടില്ല, രോഗമായിരുന്നു, അപ്പൻ മദ്യപാനി, വീട്ടിലൊന്നും ഒച്ചപ്പാടും ബഹളമായിരുന്നു, പ്രാർത്ഥനയില്ലായിരുന്നു, അമ്മയും അപ്പനും അടിയായിരുന്നു. ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എല്ലാവർക്കും കാണൂല്ലേ? ഇതിൻ്റെയൊക്കെ കണക്കും പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റുമോ? പലരുടെയും കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ പറന്നുയരാനുള്ള ചിറക് ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ പറക്കാൻ പറ്റാത്ത രീതിയിൽ ചിറകൊക്കെ നനഞ്ഞു കുതിർന്നിരിക്കുക. ഈ കുതിർന്നിരിക്കുന്നതൊക്കെ ഒന്ന് മാറി ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ട് പറന്നുയരാൻ സാധ്യതയുള്ളവരാണ് നമ്മൾ. അങ്ങനെ ഈ കുതിർന്നിരിക്കുന്ന ചിറകിനൊക്കെ ഒന്ന് ചൂട് പിടിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി കത്തിപ്പടരണം. വലതുകരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങുന്നച്ചോട് ചേർത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കുക, കർത്താവേ, എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള ആത്മശക്തി എനിക്ക് തരണേ. അപ്പസ്തോല പ്രവർത്തനം അധ്യായം 2 1 മുതലുള്ള തിരുവചനങ്ങൾ. അപ്പസ്തോല പ്രവർത്തനം അധ്യായം 2 1 മുതലുള്ള തിരുവചനങ്ങൾ. പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ളൊരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പസ്തോലന്മാർ മർക്കോസിന്റെ മാളികയിൽ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോ ആകാശത്തിന്റെ വാതിലുകൾ തുറന്ന് അഗ്നിമഴ അവരുടെ മേൽ പെയ്തിറങ്ങിയെങ്കിൽ കൂട്ടുകാട് ലിറ്റിൽ ഫ്ലവർ ഇടവക ദേവാലയം വചനം കേട്ട് അനുദപിച്ചൊരുങ്ങി കർത്താവിന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ ദാഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ സമൂഹത്തിന്റെ മേൽ സ്വർഗം അധികാരം ഏറ്റെടുക്കുക. വിശ്വസിച്ച് നിന്റെ ശിരസ് മുതൽ ഉള്ളംകാൽ വരെ പരിശുദ്ധാത്മ ശക്തി പ്രവഹിക്കട്ടെ. നിന്റെ മനസ്സിൽ, ഹൃദയത്തിൽ, ആത്മാവിൽ, ശരീരത്തിൽ, നിന്റെ സന്ധിബന്ധങ്ങളിലെല്ലാം ദൈവത്തിന്റെ ശക്തി ആവസിക്കട്ടെ. കുടുംബത്തിന്റെ അകത്തളങ്ങളിലേക്ക് പരിശുദ്ധാത്മ ശക്തി ഇറങ്ങട്ടെ. ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോ നിന്റെ കുടുംബത്തില് പരിശുദ്ധാത്മ ശക്തി നിറയും. മക്കളിൽ പരിശുദ്ധാത്മശക്തി ആവസിക്കട്ടെ. അന്യനാട്ടിലൊക്കെ ഉള്ള മക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോ. ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥിക്കും. നിങ്ങള് ജീവിത പങ്കാളിയിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ. കുടുംബത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതയുടെ മേഖല ഉണ്ടെങ്കിൽ ആ മേഖലകളിലെല്ലാം പരിശുദ്ധാത്മ ശക്തി നിറയട്ടെ. വിട്ടുപേക്ഷിക്കാൻ പറ്റാത്ത ബലഹീനതയുടെ മേൽ, മദ്യപാനത്തിന്റെ, പുകവലിയുടെ, ലഹരി വസ്തുക്കളുടെ, ജനികമായ ആസക്തികളുടെ, ലൈംഗിക വൈകൃതങ്ങളുടെ, വിട്ടുപേക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ ഏത് ബന്ധ തകർച്ച ഈ ദിവസങ്ങൾ നമ്മൾ കണ്ടുമുട്ടി. കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞു, മുറിവുകൾ ഉണക്കപ്പെടാത്ത മേഖല എവിടെയെങ്കിലും ഉണ്ടെങ്കിലും അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് ഈ സമയത്ത് അധികാരം ഏറ്റെടുക്കുക. സഹിയോൻ മാളികയിൽ അഗ്നിമഴ പെയ്തതുപോലെ കർത്താവേ
എന്റെ ഹൃദയത്തിൽ അഗ്നിമഴ പെയ്യണേ. എന്റെ പ്രിയപ്പെട്ടവരുടെ മേൽ അഗ്നിമഴ പെയ്യണേ. എന്റെ കുടുംബത്തിന്റെ മേൽ അഗ്നിമഴ പെയ്യണേ. എന്റെ ബലഹീനതയുടെ മേൽ അഗ്നിമഴ പെയ്യണേ. എന്റെ ജീവിത സാഹചര്യങ്ങളുടെ മേൽ അഗ്നിമഴ പെയ്യണേ. കണ്ണുകൾ അടച്ചു തന്നെ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ. സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ. ദാഹത്തോടെ പ്രാർത്ഥിക്കേണ്ട സമയത്ത് നഷ്ടപ്പെടുത്തി കളഞ്ഞേക്കരുത്. നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് കിട്ടും. വിശ്വസിക്ക്, നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് കിട്ടും. പരിശുദ്ധാത്മാവേ എന്റെ ഉള്ളിൽ വരണേ എന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ എന്റെ ഉള്ളിൽ നിറയണേ എന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ എന്നെ ചൂട് പിടിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ എന്നെ ധൈര്യപ്പെടുത്തണേ. ഭയത്തിന്റെ കെട്ടുകളിൽ നിന്ന് വിടുവിക്കണേ. പരിശുദ്ധാത്മാവേ എന്നിലുള്ള നെഗറ്റീവ് എനർജി എല്ലാം എടുത്തു കളയണേ. പരിശുദ്ധാത്മാവേ എന്നിൽ പ്രത്യാശ നിറച്ചു തരണേ. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി എല്ലാവരും ചേർന്ന് സ്വരം ഉയർത്തുന്ന വിളിച്ച് പരിശുദ്ധാത്മാവേ, 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 ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ആവശ്യിക്കണമേ. എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ അഭിഷേകം എന്നെ ചെയ്യണമേ, ധൈര്യപ്പെടുത്തണമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ, എന്നെ ബലപ്പെടുത്തണമേ. എന്നെ ബലപ്പെടുത്തണമേ, ഇതിലെ തിന്മയെല്ലാം നീക്കിക്കളയണേ. തിന്മയെല്ലാം നീക്കി ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, എന്റെ കുടുംബത്തിൽ ആവസിക്കണമേ. എന്റെ കുടുംബത്തിൽ ആവസിക്കണമേ, പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, സമൂഹത്തിന്റെ മേൽ വന്ന് നിറയണമേ. ആത്മാവാമഗ്നിനാളം അപ്പസ്തോലഗണത്തിന്മേൽ ആവസിച്ചതുപോൽ വിശ്വാസികളുടെ കൂട്ടായ്മയിലും ആവസിക്കണമേ. ആത്മാവാമഗ്നിനാളം അപ്പസ്തോലഗണത്തിന്മേൽ ആവസിച്ചതുപോൽ വിശ്വാസികളുടെ കൂട്ടായ്മയിലും ആവസിക്കണമേ. ആത്മാവേ ജീവാത്മാവേ ഞങ്ങളിൽ വന്നു വസിക്കണമേ. ആത്മാവേ ജീവാത്മാവേ ഞങ്ങളിൽ വന്നു വസിക്കണമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. എൻ്റെ പേര് ലൈസ. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഷെറിൻ. ആൾ വിദേശത്ത് ജോലി ചെയ്യുന്നു. ഞങ്ങൾ കൂട്ടുകാട് ഇടവകാംഗങ്ങളാണ്. ഇത് ഞങ്ങളുടെ 2 മക്കളാണ്. മൂത്തയാൾ റയാൻ, ഇളയാള് റോവാൻ. തീയണയ്ക്കാൻ എൻ്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ ഉള്ളു തുറന്ന് തന്നു എന്നെ സ്നേഹിച്ചവനീശോ. ചങ്കാണ് 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 എൻ്റെ ചങ്കാണെൻ്റെ യേശു. ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനേശു. തീയണയ്ക്കാൻ എൻ്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്നു തന്ന് എന്നെ വീണ്ടെടുത്തെൻ്റെ യേശു. ചങ്കാണ് എൻ്റെ ചങ്കാണെൻ്റെ യേശു. ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനേശു. തീയണയ്ക്കാൻ എൻ്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്നു തന്നു എന്നെ വീണ്ടെടുത്തെൻ്റെ യേശു. ചങ്കാണ് എൻ്റെ ചങ്കാണ് ചങ്കാണ്.
ചങ്കാണ്